സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 8 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോടെ നമ്മൾ സർവേന്റെ പോർഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. സർവേയിൽ നമ്മൾ കംപ്ലീറ്റ് മൊഡ്യൂൾ 1 and 2 ആണ് കേട്ടോ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ 2 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 ആണ് അല്ലേ. മൊഡ്യൂൾ 3യിൽ എന്താണ് പറയുന്നത്? മൊഡ്യൂൾ 3യിൽ പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയലിലുള്ള പോർഷൻസ് ആണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് സിലബസ് തന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലേ. അപ്പം നിങ്ങൾ അത് നോക്കുക. സിലബസ് പറ്റുകയാണെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കളയുന്നതിലും നല്ലത് പറ്റുകയാണെങ്കിൽ പ്രിന്റ് എടുത്ത് തന്നെ നോക്കുക. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ലേ. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ളത് അല്ലേ. കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും അവർ ചില ഏരിയാസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സിലബസ് നോക്കിയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം സിലബസ് ഞാൻ ജസ്റ്റ് നോക്കാം, എന്നിട്ട് ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ പറയാം. സിലബസ് അല്ലേ. സിലബസ് 3 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ 10 മാർക്കിനാണ് അല്ലേ മൊഡ്യൂൾ 3യും പറയുന്നത്. അതിൽ വരുന്ന ഏരിയാസ് പറഞ്ഞാൽ സ്റ്റോണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോണിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ, ജിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ, വെറൈറ്റീസ് ഓഫ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട്, സാൻഡ് സ്റ്റോൺ, ലാറ്ററൈറ്റ്. ഇത് വാല്യൂസ് ആണ് കേട്ടോ. വാല്യൂസ് ഓഫ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റോൺ ആണ്. വാല്യൂസ് ഓഫ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സ്റ്റോൺസ്. പിന്നെ പറയുന്നത് ക്വാറിയിങ് ഓഫ് സ്റ്റോൺ, മെത്തേഡ്സ് ഓഫ് വെഡ്ജിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ്, എക്സ്പ്ലോസീവ്സ് യൂസ്ഡ്, പിന്നെ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോണ്. പിന്നെ നെക്സ്റ്റ് ക്ലേ പ്രൊഡക്ട്സ് അല്ലേ. സ്റ്റോണിൽ ഇത്ര ഏരിയ ആണ് പഠിക്കാനുള്ളത്. പിന്നെ ക്ലേ പ്രൊഡക്ട്സിലേക്ക് വരുന്ന സമയത്ത് ബ്രിക്ക്, റോ മെറ്റീരിയൽസ് യൂസ്ഡ്, കോമ്പോസിഷൻസ് ഓഫ് ബ്രിക്ക് എർത്ത്, മാനുഫാക്ചറിങ് മെത്തേഡ്സ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിലൻസ് ആൻഡ് ക്ലാമ്പ് ബേണിംഗ് അല്ലേ. പിന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് പേർപ്പസ്. അത്രയാണ് ബ്രിക്കിന്റെ പോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടൈലിൻ്റെതാണ് പറയുന്നത്. ടൈലിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ടൈപ്സ് ഓഫ് ടൈല്, ടൈപ്സ് ഓഫ് ടൈല്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ യൂസസ്, പിന്നെ അതായത് ഫ്ലോറ്, വാള് ആൻഡ് റൂഫിംഗ് ടൈൽ എന്നുള്ള രീതിയിൽ അതിൻ്റെ യൂസസിൻ്റെ ഇത് പഠിക്കാനുള്ളത്. പിന്നെ പോർസലെയിൻസും വിട്രിഫൈഡ് ആൻഡ് ഗ്ലേസ്ഡ് ടൈൽസ്, എർത്തൻ വെയർ നോക്കാനുണ്ട്, സ്റ്റോൺ വെയർ പൈപ്സ് നോക്കാനുണ്ട്, യൂസസ് നോക്കാനുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് അത്രയാണ് ടൈലിൻ്റെ പോർഷനിൽ പറയുന്നത്. പിന്നെ സിമെൻ്റ് എന്ന പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്. സിമെൻറ്റിൽ കോമ്പോസിഷൻസും കോമ്പൗണ്ട്സ് പ്രസൻസും, പിന്നെ മാനുഫാക്ചറിങ് മെത്തേഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെൻറ്റ്, ടൈപ്പ് ഓഫ് സിമെൻറ്റ്, പ്രോപ്പർട്ടീസ്, പിന്നെ ടെസ്റ്റ് ഓൺ സിമെൻറ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, ഫൈനസ് ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ് ആൻഡ് ഫീൽഡ് ടെസ്റ്റ്, പിന്നെ യൂസസ് ഓഫ് സിമെൻറ്റ് അല്ലേ. പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് അഗ്രഗേറ്റ് ആണ്. അഗ്രഗേറ്റിൽ നോക്കാനുള്ളത് സാൻഡ്, സോഴ്സസ് ഓഫ് സാൻഡ്, റിവർ, സാൻഡിൻ്റെ സോഴ്സസ് അല്ലേ. സാൻഡ്, റിവർ സാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ സീ സാൻഡ് ഉണ്ട്, പിറ്റ് സാൻഡ് ഉണ്ട്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് മൈനിങ് ഓഫ് സാൻഡ് ഫ്രം റിവർ ആൻഡ് സീ ഷോ, എം സാൻഡ്, ആൾട്ടർനേറ്റീവ്സ് ഓഫ് സാൻഡ്, കോഴ്സ് അഗ്രഗേറ്റിലേക്ക് വരുന്ന സമയത്ത് മെറ്റീരിയൽ ജനറലി യൂസ്ഡ്, പിന്നെ അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് കോഴ്സ് അഗ്രഗേറ്റ്, കോമൺലി യൂസ്ഡ് സൈസ് ഫോർ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ്, പിന്നെ ഗ്രേഡിംഗ് ഓഫ് കോഴ്സ് ആൻഡ് ഫൈൻ അഗ്രഗേറ്റ്. അത്രയുമാണ് ഈ ഒരു അഗ്രഗേറ്റിൻ്റെ ഏരിയയിൽ നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പോർഷൻ മോട്ടാറിലേക്കാണ് വന്നിട്ടുള്ളത്. മോട്ടാറിലേക്ക് വരുന്ന സമയത്ത് പ്രിപ്പറേഷൻ ഓഫ് ലൈം ആൻഡ് സിമെൻറ്റ് മോട്ടാർ, പിന്നെ പ്രൊപ്പോർഷൻസ്, പിന്നെ മോട്ടാർ ഫോർ വേരിയസ് ഐറ്റം ഓഫ് വർക്ക്, ടെസ്റ്റ് ഓൺ സിമെൻറ്റ് മോട്ടാർ, പിന്നെ നമുക്ക് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലേ. സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് പ്രൊപ്പോർഷനിങ്, ഇൻഗ്രീഡിയൻസ്, PCC ആൻഡ് RCC, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, എഫക്റ്റ് ഓൺ സ്ട്രെങ്ത് ആൻഡ് വർക്കബിലിറ്റി, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് റെയിൻഫോഴ്സ്മെൻറ്റ്സ്, പ്രിപ്പറേഷൻ, പിന്നെ വർക്കബിലിറ്റി, ടെസ്റ്റ് ഓൺ സിമെൻറ്റ് കോൺക്രീറ്റ്, ലബോറട്ടറി ടെസ്റ്റ്, ഫീൽഡ് ടെസ്റ്റ്, ആ ഒരു ടെസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത്, സ്ലംബ് ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, പിന്നെ ക്വാളിറ്റീസ് ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ മിക്സിങ് അല്ലേ. അപ്പം അത്രയാണ് മോട്ടാറിൻ്റെ ഏരിയയിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് യൂസ്ഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് reinforcement cement material, preparation of concrete cube and test on cube അല്ലേ. പിന്നെ കെമിക്കൽ
പിന്നെ അഡ്മിക്സ്റ്റേഴ്സ്, പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ആണ് നോക്കാനുള്ളത്. ഇത്രയാണ് റെയിൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ടിമ്പർ എന്നുള്ള ഏരിയ എന്നുണ്ട്. ടിമ്പറിൽ എന്താണ് വരുന്നത്? ടിമ്പർ ആൻഡ് വുഡ് പ്രൊഡക്ട്സ് ആണ്. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ, സോഫ്റ്റ് വുഡ് ആൻഡ് ഹാർഡ് വുഡ്, ഡിഫക്ട്സ് ഇൻ ടിമ്പർ, സീസണിങ് ഓഫ് ടിമ്പർ, പിന്നെ പ്രിസർവേഷൻ ഓഫ് ടിമ്പർ, വുഡ് പ്രൊഡക്ട്സ്, പ്ലൈവുഡ്, MDF, HDF, വെനീർ മെറ്റൽസ്, വെനീർ അല്ലേ, അതുവരെ ടിമ്പറിന്റെ പോർഷന്. പിന്നെ മെറ്റൽസിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ അല്ലേ. ഫെറസ് മെറ്റലിൽ റോട്ട് അയേൺ, കാസ്റ്റ് അയേൺ, മൈൽഡ് സ്റ്റീല്, സ്പെസിഫിക് സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, ഹൈ ടെൻസൈൽ സ്റ്റീല് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ. അങ്ങനെ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓൺലി ആണ് ഇതിൽ നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റലിലേക്ക് വരുന്ന സമയത്ത് അലൂമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക് ആൻഡ് ടൈറ്റാനിയം, പിന്നെ ഇമ്പോർട്ടൻ്റ് അലോയ്സും നോക്കണം. പിന്നെ അതിൻ്റെതും പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് അല്ലേ. പിന്നെ മാർക്ക് വരുന്നത് 10 മാർക്കാണ് കേട്ടോ. 10 മാർക്കിലാണ് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വൈഡ് ഏരിയ തന്നെ ഉണ്ട്. 10 മാർക്കാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഏരിയ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രിക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റോണും ടൈലുമാണ് കേട്ടോ. ഈ ഒരു 3 പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റോണിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സ്റ്റോണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്റ്റോണിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോൺ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് അതിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് അല്ലേ. സ്റ്റോണ് എത്ര രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് എന്ന് പറയുന്നത് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ആ ഒരു 3 രീതി എന്ന് പറയുന്നത്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോളജിക്കൽ, പിന്നെ ഫിസിക്കൽ, പിന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ. 3 രീതിയിലാണ് സ്റ്റോണിന്റെ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് അല്ലേ. അപ്പം അതിനെ നമ്മൾ 3 രീതിയിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഇഗ്നിയസ് റോക്ക്, അതുപോലെ തന്നെ സെഡിമെന്ററി റോക്ക്, പിന്നെ മെറ്റാമോർഫിക് അല്ലേ. മെറ്റാമോർഫിക് എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെയും അതിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ അതിനെ 3ആയിട്ട് നമ്മൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സബ് ക്ലാസിഫിക്കേഷനായിട്ട്. അതിൽ വരുന്നതാണ് സ്ട്രാറ്റിഫൈഡ്, സെക്കൻഡ് അൺസ്ട്രാറ്റിഫൈഡ്, തേർഡ് വൺ എന്താണ്? ഫോളിയേറ്റഡ് അല്ലേ. ഇതേ രീതിയിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ, കെമിക്കൽ ക്ലാസിഫിക്കേഷനെ നമ്മൾ 3ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെയൊക്കെ ബേസിലാണ്? സിലീഷ്യസ് റോക്ക്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ വീണ്ടുമുള്ള സബ് ആണ് സിലീഷ്യസ് റോക്ക്. പിന്നെ അർഗിലേഷ്യസ് അല്ലേ, അർഗിലേഷ്യസ്. തേർഡ് വൺ ആണ് കൽക്കേരിയസ്. അപ്പം ഇതാണ് സ്റ്റോണിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും ആ മെയിൻ ക്ലാസിഫിക്കേഷന്റെ സബ് ക്ലാസിഫിക്കേഷനും വരുന്നത്. അപ്പം ഓരോന്ന് പറയുന്ന സമയത്ത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റോൺ നമ്മൾ ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ജിയോളജിക്കലിനെ നമ്മൾ 3ആയിട്ട് ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. ഫിസിക്കൽ ആണെങ്കിൽ സ്ട്രാറ്റിസ്ഫൈഡ്, അൺസ്ട്രാറ്റിസ്ഫൈഡ്, ഫോളിയേറ്റഡ്. കെമിക്കൽ ആണെങ്കിൽ സിലീഷ്യസ്, അർഗിലേഷ്യസ്, കൽക്കേരിയസ് അല്ലേ. ഇത്ര രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം അല്ലെ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് ക്ലാസിഫിക്കേഷൻ, ഇഗ്നിയസ് റോക്കും സെഡിമെന്ററി റോക്കും മെറ്റാമോർഫിക് റോക്കും ആണ് അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ഇഗ്നിയസ് റോക്ക് നമ്മൾ എടുത്തെഴുതുകയാണെങ്കിൽ ഇഗ്നിയസ് റോക്ക് അല്ലെ, അത് ഏത് രീതിയിലാണ് ഫോം ചെയ്യുന്നത്? കൂളിംഗ് ഓഫ് മാഗ്മ അല്ലെ. കൂളിംഗ് ഓഫ് മാഗ്മേനെ ബേസ് ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൂളിംഗ് ഓഫ് മാഗ്മ ആണ്.
അതിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് ലെയറിലാണ് മാഗ്മ കൂളായി കിടക്കുന്നതെന്ന് വെച്ചിട്ട് അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്ലൂട്ടോണിക് റോക്ക്. സെക്കൻഡ് വൺ എന്താണ്? ഹൈപ്പാബൈസൽ അല്ലേ, ഹൈപ്പാബൈസൽ. തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ആണ് വോൾക്കാനിക് അല്ലേ, വോൾക്കാനിക് റോക്ക്. ഇത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക, എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലൂട്ടോണിക് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ഓൺ കൺസിഡറബിൾ ഡെപ്ത് ഓഫ് എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നിന്നും കൺസിഡറബിൾ ഡെപ്തിലേക്ക് മാറിയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പം പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറബിൾ ഡെപ്ത് അല്ലേ, അപ്പം അതോർത്ത് വെക്കുക. പിന്നെ ഇതിന് എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഹൈപ്പാബൈസൽ റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ ഡെപ്തിൽ കൂളായി കിടക്കുന്നതിന് അല്ലേ, ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് ഷാലോ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് ആണ്. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വെക്കുക, ഷാലോ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് അല്ലേ, എർത്ത് സർഫസ്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ഡോളമൈറ്റ് അല്ലേ, മാറിപ്പോരുത്, ഡോളറൈറ്റ് ആണ് ഈ ഹൈപ്പാബൈസൽ റോക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതും അതിൻ്റെ എക്സാമ്പിളും. പിന്നെ വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സർഫസിൽ ഫോം ആവുന്നതിന് അല്ലേ, എർത്ത് സർഫസിൽ തന്നെ കൂളായിട്ട് ഫോം ആവുന്നതിനെയാണ് നമ്മൾ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ബസാൾട്ട്, ട്രാപ്പ് എന്നുള്ളത്. നോക്കി വെക്കുക. ഇഗ്നിയസ് ക്ലാസിഫിക്കേഷൻ ഇതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ്? സെഡിമെന്ററി അല്ലേ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെയുള്ള സെക്കൻഡ് വൺ ആണ് സെഡിമെന്ററി ക്ലാസിഫിക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്കിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫോം ആയിട്ടുള്ള റോക്കില്ല, അതിന് എന്തെങ്കിലും വെതറിങ് ആക്ഷൻ കൊണ്ടൊക്കെ ചേഞ്ചസ് വന്നിട്ട് ഉണ്ടാവുന്ന ആ ഒരു, അല്ലെങ്കിൽ വെതറിങ് ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് അല്ലേ, അതിനെയാണ് നമ്മൾ അങ്ങനെ ഫോം ആവുന്ന ഒരു റോക്കിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. എന്താണ് എഴുതേണ്ടത്? റോക്സ് ഫോംഡ് ബൈ deposition of product of weathering on pre-existing അല്ലേ, ഓൾറെഡി ഉള്ള അല്ലേ, pre-existing റോക്ക്. അതാണ് സെഡിമെന്ററി റോക്കിൽ വരുന്നത്. എക്സാമ്പിൾസ് നോക്കി വെക്കുക, എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാവൽ, സാൻഡ് സ്റ്റോൺ, ലൈംസ്റ്റോൺ, പിന്നെ അതുപോലെ തന്നെ ലിഗ്നൈറ്റും ഡോളമൈറ്റും അല്ലേ. ഡോളമൈറ്റ് ആണ് സെഡിമെന്ററി റോക്കിൽ വരുന്നത്. നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതാണ്? ഹൈപ്പാബൈസലിൽ ഡോളറൈറ്റ് ആണ് കേട്ടോ, അപ്പം അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. പിന്നെ തേർഡ് വൺ അല്ലേ, തേർഡ് ക്ലാസിഫിക്കേഷൻ എന്താണ് വരുന്നത്? തേർഡ് വൺ വരുന്നതാണ് മെറ്റാമോർഫിക് റോക്ക്. നമുക്ക് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് റോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ച് വരുന്നത്, എന്തിൻ്റെ എഫക്റ്റ് കാരണം? ഹീറ്റിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ എഫക്റ്റ് കാരണം ചേഞ്ചസ് വരുന്ന, അല്ലെങ്കിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവുന്ന ആ റോക്കിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. എന്താണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ? ചേഞ്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് of existing rock when
subjected to heat and pressure അല്ലേ, heat and pressure. അതാണ് മെറ്റാമോർഫിക് റോക്ക് വരുന്നത് അല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 3 പറഞ്ഞു കഴിഞ്ഞു. ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് അല്ലെ. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം അല്ലെ. സെക്കൻഡ് വൺ ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇഗ്നിയസ് ക്ലാസിഫിക്കേഷൻ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലാണ്ട് നെക്സ്റ്റ് നമ്മൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം സെക്കൻഡ് വൺ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സ്ട്രാറ്റിസ്ഫൈഡും അൺസ്ട്രാറ്റിസ്ഫൈഡും ഫോളിയേറ്റഡ് റോക്കും അല്ലേ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റിസ്ഫൈഡ് അല്ലേ. സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് അതിലെങ്ങനെയാണ് വരുന്നത്? ലെയേഴ്സ് ആർ സ്പ്ലിറ്റ് ഈസിലി അല്ലേ. സ്ട്രാറ്റിസ്ഫൈഡ് റോക്കിന്റെ ലെയേഴ്സ് നമുക്ക് ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ടും പറയാൻ പറ്റും കേട്ടോ. അപ്പൊ സ്ട്രാറ്റിസ്ഫൈഡ് റോക്സ് എങ്ങനെയാണ്? ലെയേഴ്സ് ആർ സ്പ്ലിറ്റ് ഈസിലി അല്ലേ. അതാണ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ എക്സെട്ര അല്ലേ. പിന്നെ നമ്മൾ സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ വരുന്നത് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് അല്ലേ. അൺസ്ട്രാറ്റിഫൈഡ് റോക്കാണ്. അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് എന്താണ് പറയുന്നത്? അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയേഴ്സ് ആർ ഫോംഡ് ഓർ നോ ലെയേഴ്സ് ആർ ഫോംഡ് എന്നാണ്. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ലെയേഴ്സ് ആർ ഫോംഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഫസ്റ്റ് നമ്മൾ സ്ട്രാറ്റിസ്ഫൈഡ് റോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയേഴ്സ് ആർ സ്പ്ലിറ്റ് ഈസിലി എന്ന്. അതുപോലെ സെക്കൻഡിൽ പറയുന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോ ലെയേഴ്സ് ഫോംഡ്, അതുകൊണ്ട് ഡു നോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിന് ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു മാർബിളും കൂടെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് എഴുതാം. അൺസ്ട്രാറ്റിഫൈഡ് റോക്ക് എന്താണ്? നോ ലെയേഴ്സ് ഫോംഡ്, അതുപോലെ തന്നെ ഡു നോട്ട് സ്പ്ലിറ്റ് ഈസിലി അല്ലേ. അത് നോക്കുക. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട്. ഇതൊക്കെ നമ്മൾ ഇഗ്നിയസ് റോക്കിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലേ. ബസാൾട്ട് ആണ്. എക്സ്ട്രാ വരുന്നത് മാർബിൾ മാത്രമാണ് അല്ലേ. മാർബിൾ മെറ്റാമോർഫിക് റോക്കാണ് അല്ലേ. നിങ്ങൾക്ക് അറിയണ്ടാവും വിചാരിക്കുന്നു. പിന്നെ തേർഡ് വൺ അല്ലേ. സ്ട്രാറ്റിസ്ഫൈഡ് പറഞ്ഞു, അൺസ്ട്രാറ്റിഫൈഡ് പറഞ്ഞു. ഇനി ഫോളിയേറ്റഡ് ആണ്. ഫോളിയേറ്റഡ് റോക്ക് അല്ലേ. ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഫോളിയേറ്റഡ് റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ടെൻഡൻസി ടു സ്പ്ലിറ്റ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോളിയേറ്റഡ് റോക്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോളിയേറ്റഡ് റോക്ക് അല്ലേ. ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു സ്പ്ലിറ്റ് അപ്പ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി. അതാണ് ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നീസ് പറയാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് അല്ലേ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ വന്നു. ഇനി തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നോക്കാനുള്ളതാണ് നമുക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് തേർഡ് വണ്ണ് നോക്കാനുള്ളത്.
കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാണ് വരുന്നത്? കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് സിലീഷ്യസ് റോക്ക്. സെക്കൻഡ് വൺ വരുന്നത് എന്താണ്? അർഗിലേഷ്യസ് റോക്ക് അല്ലേ, അർഗിൽ ഓർ ക്ലേ അല്ലേ, ജസ്റ്റ് പറഞ്ഞതാണ് അർഗിലേഷ്യസ് റോക്ക് എന്നാണ്. നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത്. തേർഡ് വണ്ണാണ് കൽക്കേരിയസ് അല്ലേ. ഇത് നമുക്ക് പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. സിലീഷ്യസ് റോക്കിലുള്ള മെയിൻ കണ്ടന്റ് എന്താണ് പറയുന്നത്? സിലിക്കയാണ് അല്ലേ. സിലീഷ്യസ് റോക്ക്, സിലിക്ക എന്ന് പറഞ്ഞിട്ട് രണ്ടും ആ ഒരു സ്റ്റാർട്ടിങ് വേർഡ് അത് തന്നെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. സിലീഷ്യസ് റോക്ക്, സിലിക്ക ഈസ് ദ മെയിൻ കണ്ടന്റ് അല്ലേ, മെയിൻ കണ്ടന്റ് ആണ്. എക്സാമ്പിൾ വരുന്നത് എന്താണ് സിലീഷ്യസ് റോക്കിന്? ഗ്രാനൈറ്റ്. പിന്നെ വേറെ ഏതാണ് വരുന്നത്? സാൻഡ്സ്റ്റോൺ അല്ലേ. സാൻഡ്സ്റ്റോൺ ഒക്കെ ഈ ഒരു സിലീഷ്യസ് എക്സാമിന് സിലീഷ്യസ് റോക്കിന് എക്സാമ്പിൾ ആണ്. പിന്നെ സെക്കൻഡ് വണ്ണ് അർഗിലേഷ്യസ് റോക്ക് അല്ലേ. അർഗിലേഷ്യസ് റോക്കിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഒന്നുകിൽ അർഗിൽ അല്ലെങ്കിൽ ക്ലേ ആണ് കേട്ടോ. ഇത് രണ്ടും മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ അർഗിലേഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് എക്സാമ്പിൾ അർഗിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ പറയുന്നത് സ്ലേറ്റ്, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് ഒക്കെ ഈ ഒരു അർഗിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ സ്ലേറ്റ്, ലാറ്ററൈറ്റ്, കയോലിൻ അല്ലേ, എക്സെട്ര. ഇതൊക്കെ അർഗിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ ആണ്. പിന്നെ തേർഡ് വണ് നമുക്ക് കൽക്കേരിയസ് റോക്ക് ആണല്ലേ നോക്കാനുള്ളത്. കൽക്കേരിയസ് റോക്കിൽ ആ ഒരു പേരുള്ള പോലെ തന്നെ കൽക്കേരിയസ് അല്ലെ, കാൽസ്യം കാർബണേറ്റ് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇത് കാൽസ്യം കാർബണേറ്റ് അല്ലെ, കാർബണേറ്റ് ആണ് ഇതിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ വരുന്നതാണ് മാർബിൾ, ലൈംസ്റ്റോൺ, അതുപോലെ ഡോളമൈറ്റ് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് കൽക്കേരിയസ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം 3 ക്ലാസിഫിക്കേഷനും നമ്മൾ പറഞ്ഞു. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻസും പിന്നെ അതിൻ്റെ ഇഗ്നിയസ് റോക്കിൻ്റെ സബ് ക്ലാസിഫിക്കേഷനും ഒക്കെ നോക്കുക, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ നോക്കാം അല്ലേ. എന്തൊക്കെയാണ് മെയിനായിട്ട് വേണ്ടി വരിക? അപ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റിലെയും മെയിനായിട്ടുള്ള വാല്യൂസ് മാത്രം ജസ്റ്റ് എടുത്ത് പറയാം. നമ്മളിപ്പം ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിന് ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് വരുന്ന സമയത്ത് എത്രയൊക്കെയാണ് വരിക? എത്രയിൽ താഴെയാണ് ലോ വരുന്നത്, എത്രയിൽ മുകളിലാണ് ഹൈ വരുന്നത്, അതുപോലെ മോഡറേറ്റ്ലി ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെസ് ദാൻ 40 ആണ് വാല്യൂ വരുന്നത് എങ്കിൽ അതിന് ലോ ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. മറിച്ച് വരുന്നത് 14 to 17 ആണെങ്കിൽ മോഡറേറ്റ്ലി ഹാർഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ 70 അല്ലേ, ഗ്രേറ്റർ ദാൻ 70 ആണെങ്കിൽ ഹൈ ഹാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈലി ഹാർഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇതാണ് ഹാർഡ്നെസ് ടെസ്റ്റിലെ കേസിൽ വരുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏത് ടെസ്റ്റാണ്? അട്രീഷൻ ടെസ്റ്റ് അല്ലേ. അട്രീഷൻ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അട്രീഷൻ ടെസ്റ്റ് നമ്മൾ റേറ്റ് ഓഫ് വിയർ അല്ലേ, വിയർ കണ്ടിട്ടാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ റേറ്റ് ഓഫ് വിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ റേറ്റ് ഓഫ് വിയർ അല്ലേ, റേറ്റ് ഓഫ് വിയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3% ആണ് പറയുന്നത്. അപ്പം വാല്യൂസ് ഒക്കെ അങ്ങനെ തന്നെ നോക്കി വെക്കുക. പിന്നെ നമുക്ക്
തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഇമ്പാക്റ്റ് ടെസ്റ്റ് അല്ലേ. ഇമ്പാക്റ്റ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് കാണുന്നത്? ടഫ്നെസ് കണ്ടുപിടിക്കേണ്ടിയിട്ട് അല്ലേ. ഇമ്പാക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടഫ്നെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഒരു റോക്കിൻ്റെ ടഫ്നെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ടഫ്നെസ് ഇൻഡെക്സ് വാല്യൂസ് വരേണ്ടത്? ടഫ്നെസ് ഇൻഡെക്സ് വാല്യൂസ് ലെസ് ദാൻ 13 ആണെങ്കിൽ, അതിന് നമ്മൾ ലോ എന്ന് പറയും. 13 to 19 ആണെങ്കിൽ നമ്മൾ അതിനെ മോഡറേറ്റ് എന്ന് പറയും, മോഡറേറ്റ് സ്റ്റേജ് ആണെന്ന് പറയും. പിന്നെ ഗ്രേറ്റർ ദാൻ 90 അല്ലേ, ഗ്രേറ്റർ ദാൻ 90 വരികയാണെങ്കിൽ ഹൈലി റഫ് എന്നാണ് പറയുക, ഹൈലി റഫ് എന്നാണ് പറയുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികവും ചോദിച്ചു വരാറുള്ളതാണ് സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ റോക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ അല്ലേ. വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ് വരുന്നത്? വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ട വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗ്രേറ്റർ ദാൻ 5% ആണ് അല്ലേ. ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് നോട്ട് ഗ്രേറ്റർ ദാൻ 5% ആണ്. എങ്കിൽ 5% എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ക്രഷിംഗ് സ്ട്രെങ്ത് നോക്കാം അല്ലേ. ക്രഷിംഗ് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റോണിനെ ക്രഷിംഗ് സ്ട്രെങ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയാണ് ഉണ്ടാവേണ്ടത്? മിനിമം അല്ലേ. ക്രഷിംഗ് സ്ട്രെങ്ത് കാണുന്ന സമയത്ത് അതിൻ്റെ മിനിമം അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 Newton/mm² എങ്കിലും ഉണ്ടാവണം. ക്രഷിംഗ് സ്ട്രെങ്ത് കാണുന്ന സമയത്ത് 100 Newton/mm² എങ്കിലും ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയ ആയിട്ട് കോറിയിങ് ഓഫ് സ്റ്റോൺ നോക്കാം അല്ലേ. കോറിയിങ് ഓഫ് സ്റ്റോൺ അല്ലേ. സ്റ്റോണിൻ്റെ കോറിയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റോണിനെ ടേക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നാച്ചുറൽ ബെഡിൽ നിന്ന് സ്റ്റോണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ദ സ്റ്റോൺ ഫ്രം ദ നാച്ചുറൽ ബെഡ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോറിയിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പം സ്റ്റോൺ കോറിയിങ് ജസ്റ്റ് എന്താണെന്ന് എഴുതാം. സ്റ്റോൺ കോറി എന്താണ് സ്റ്റോൺ കോറിയിങ് എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ഓഫ് സ്റ്റോൺ ഫ്രം നാച്ചുറൽ ബെഡ് അല്ലേ. ഇതിനെയാണ് നമ്മൾ സ്റ്റോൺ കോറിയിങ് എന്ന് പറയുന്നത്. ഇനി കോറിയിങ്ങിൽ എന്തൊക്കെ മെത്തേഡാണ് വരുന്നത്? നെക്സ്റ്റ് നമ്മൾ കോറിയിങ് ചെയ്യുന്ന സമയത്ത് ഉള്ള മെത്തേഡ്സ് അല്ലേ. എന്തൊക്കെ മെത്തേഡാണ് വരുന്നത്? ഒന്ന് നമ്മൾ കോറിയിങ് ബൈ ഹാൻഡ് ടൂൾ വെച്ചിട്ട് ചെയ്യും അല്ലേ. നമ്മൾ ഹാൻഡ് ടൂൾ വെച്ചിട്ട് കോറിയിങ് ചെയ്യും. ഫസ്റ്റ് കോറിയിങ് ബൈ വിത്ത് ഹാൻഡ് ടൂൾ ഉണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? സെക്കൻഡ് വൺ വരുന്നതാണ് നമ്മൾ ചാനലിംഗ് മെഷീൻ അല്ലേ. ചാനലിംഗ് മെഷീൻ വെച്ചിട്ട് നമ്മൾ കോറി ചെയ്യും. മെഷീൻ വെച്ചിട്ട് ചെയ്യും. പിന്നെ കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് ഉണ്ട് അല്ലേ. ബ്ലാസ്റ്റിംഗ്. ഈ 3 മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കോറിയിങ് വിത്ത് ഹാൻഡ് ടൂൾ ആണ് അല്ലേ. ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിയിങ് ഹാൻഡ് ടൂൾ വഴി ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക ഡിഗ്ഗിങ് ആണ് അല്ലേ. ഡിഗ്ഗിങ് അല്ലെങ്കിൽ എക്സ്കവേറ്റിംഗ് എന്ന് പറയും അല്ലേ. നമ്മൾ എന്തെങ്കിലും ചിസലും ഹാമറും ഒക്കെ യൂസ് ചെയ്തിട്ട് മണ്ണിനെ ഡിഗ് ചെയ്ത് ഒഴിവാക്കുക അല്ലേ. ഫസ്റ്റ് നമ്മൾ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡിഗ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ സർഫസ് അല്ലേ, സർഫസ് ഓഫ് ദ സ്റ്റോൺ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് ഹീറ്റിംഗ് എന്നുള്ളത് പറയുക. ആ പേര് തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വെഡ്ജിങ് ചെയ്യും അല്ലേ. വെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂവോ അല്ലെങ്കിൽ ഒരു ഹോളോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലഗ് വെച്ച് കൊടുക്കും. പ്ലഗ് ആൻഡ് ഫെദർ വെച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ വെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് സ്റ്റെപ്പ്? കോറിയിങ് ബൈ ഹാൻഡ് ടൂളിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഡിഗ്ഗിങ് ഓർ എക്സ്കവേറ്റിംഗ് അല്ലേ.
എന്താണ് സ്റ്റോൺ എക്സ്കവേറ്റഡ് വിത്ത് stone excavated with the help of pickaxe, അതുപോലെ തന്നെ ചിസൽ ആൻഡ് ഹാമർ അല്ലേ. അതാണ് ഡിഗ്ഗിങ് ആൻഡ് എക്സ്കവേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ അല്ലേ, സെക്കൻഡ് വൺ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സെക്കൻഡ് വണ്ണാണ് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. ഹീറ്റിംഗ് അല്ലേ, ഹീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ടോപ്പ് സർഫസിൽ അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യുന്നത്, ടോപ്പ് സർഫസ് അല്ലേ, സർഫസ് ഓഫ് ദ സ്റ്റോൺ ഹീറ്റിംഗ് അല്ലേ. അതിന് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വണ്ണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, തേർഡ് വണ്ണ് നമ്മൾ ചെയ്യുന്നതാണ് വെഡ്ജിങ്. വെഡ്ജിങ് എന്താണ്, നമ്മളൊരു ക്രാക്കോ ഹോളോ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഫെദേഴ്സ് വെച്ച് കൊടുക്കും അല്ലേ. വെഡ്ജിങ് എന്ന് പറഞ്ഞാൽ വെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റോൺ കണ്ടെയ്നിങ് crack wedges used to ലിഫ്റ്റ് സ്റ്റോൺ അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ, അത് കോറിയിങ് വിത്ത് ഹാൻഡ് ടൂളാണ്. ഇനി നമുക്ക് ചാനലിങ് മെഷീൻ അല്ലേ, ചാനലിങ് മെഷീൻ്റെ നോക്കാം. ചാനലിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോക്കിൻ്റെ സർഫസിൽ ഗ്രൂവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അല്ലേ, അതാണ് നമ്മൾ ചാനലിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വണ്ണാണ് ചാനലിങ് മെഷീൻ. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൂവ് ക്രിയേറ്റഡ് ഓൺ റോക്ക് അല്ലേ, റോക്ക് സർഫസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് നോക്കണം അല്ലേ. നമ്മൾ രണ്ട് മെത്തേഡ് പറഞ്ഞു. പിന്നെ നമുക്ക് കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് ഉണ്ട്. കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സ്പ്ലോസീവ് ഒക്കെ യൂസ് ചെയ്തിട്ട് റോക്കിനെ ബ്ലാസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോറി ബൈ ബ്ലാസ്റ്റിംഗ് അല്ലേ. കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്പ്ലോസീവ് യൂസ്ഡ് ടു കൺവേർട്ട് rock into small pieces അല്ലേ. അപ്പം ഇതാണ് നമ്മൾ കോറിയിങ്ങിൽ നോക്കാനുള്ളത്. ഇനി നമ്മൾ ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ സ്മോൾ പീസസ് ആക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ബ്ലാസ്റ്റിംഗ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലേ, അതിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു സിലബസിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എക്സ്പ്ലോസീവ് യൂസ്ഡ് എന്നുള്ളത്. അപ്പം ഏതൊക്കെ എക്സ്പ്ലോസീവ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ് മെറ്റീരിയൽ ഫോർ ബ്ലാസ്റ്റിംഗ്, മെറ്റീരിയൽസ് ഫോർ ബ്ലാസ്റ്റിംഗ് ആണ്. ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്താണ്, ബ്ലാസ്റ്റിംഗ് പൗഡർ ആണ്, ഓർ ഗൺ പൗഡർ.
എന്തിനാണ് ബ്ലാസ്റ്റിംഗ് പൗഡറും ഗൺ പൗഡറും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ എന്തൊക്കെ ആണ് അതിൻ്റെ ആ ഒരു മിക്സിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ പൗഡർ ഉണ്ടാകുന്നത് മുന്നേ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓരോന്ന് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് വേറെങ്കിലും ഞാൻ എഴുതാം. ചാർക്കോൾ 15% ആണ്, പ്ലസ് സൾഫർ 10% ആണ്, സാൾട്ട് പ്ലസ് സാൾട്ട് വരുന്നത് 75% ആണ്. എത്രയാണ്? ചാർക്കോൾ 15%, സൾഫർ 10%, സാൾട്ട് പിറ്റ 75% അല്ലേ. ആ ഒരു പെർസെൻറ്റേജ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? നെക്സ്റ്റ് നമുക്ക് ഡൈനാമൈറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ കോട്ടൺ നോക്കി. സെക്കൻഡ് വൺ ആണ് ഡൈനാമൈറ്റ്. സെക്കൻഡ് വൺ ഡൈനാമൈറ്റ്. ഡൈനാമൈറ്റിൽ ഇതുപോലെ തന്നെ വരുന്ന കണ്ടന്റ് ഏതൊക്കെയാണ്? 25% സാൻഡി എർത്തും 25% സാൻഡി എർത്ത് സാച്ചുറേറ്റഡ് വിത്ത് 75% ഓഫ് നൈട്രോഗ്ലിസറിൻ അല്ലേ. അപ്പം സാൻഡി എർത്ത് സാച്ചുറേറ്റഡ് വിത്ത് 75% നൈട്രോഗ്ലിസറിൻ. അപ്പം ഇതാണ് ഡൈനാമൈറ്റിൻ്റെത് വരുന്നത്. ഒരു പേസ്റ്റ് ഫോമിലാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള കാര്യമൊന്നും പറയുന്നില്ല, അതൊക്കെ നോക്കി വെക്കുക. നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി തേർഡ് വൺ പറയുന്നത് ഡിറ്റോണേറ്റർ ആണ്. തേർഡ് വണ്ണ് ഡിറ്റോണേറ്റർ ആണ്. ഡിറ്റോണേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൈനാമൈറ്റ് ഒക്കെ യൂസ് ചെയ്യില്ല. ഡൈനാമൈറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു റോക്കിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ റോക്കിൽ യൂസ് ചെയ്യുന്നതാണ് ഡിറ്റോണേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിറ്റോണേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺട്രിവൻസ് ആണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ബ്ലാസ്റ്റിംഗ് ജെലാറ്റിൻ നോക്കാനുണ്ട്. ഫോർത്ത് വൺ ബ്ലാസ്റ്റിംഗ് ജെലാറ്റിൻ. ഇതിൽ വരുന്നത് 93% ഓഫ് നൈട്രോഗ്ലിസറിനും 7% ഓഫ് ഗൺ കോട്ടനും ആണ് കേട്ടോ വരുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? 93% ഓഫ് നൈട്രോഗ്ലിസറിനും പ്ലസ് 7% ഗൺ കോട്ടനുമാണ് വരുന്നത്. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? ഗൺ കോട്ടൺ അല്ലേ. ഗൺ കോട്ടനെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ. ഗൺ കോട്ടൺ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ആണ് കേട്ടോ. ഫിഫ്ത്ത് വൺ ആണ് ഗൺ കോട്ടൺ. ഗൺ കോട്ടൺ എന്താണ്? മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ആയിട്ടാണ് നമ്മൾ ഗൺ കോട്ടണെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോർ പവർഫുൾ എക്സ്പ്ലോസീവ് ആണ്. അതാണ് നമ്മൾ ഗൺ കോട്ടനെ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബ്ലാസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വെക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ എക്സ്ട്രാ പഠിക്കാനുള്ളതുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞതാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. പിന്നെ നമുക്ക് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്നുള്ളതാണല്ലേ
ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളത്. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പേരിലുള്ളത് തന്നെ അല്ലേ, നമ്മളൊരു സ്റ്റോണ് നീറ്റ് ആക്കിയിട്ട് എടുക്കുന്നത് അല്ലേ. നമ്മളൊരു സ്റ്റോൺ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫുള്ള് ഒരു കറക്റ്റ് അതിൻ്റെ ഫിനിഷിലൊന്നല്ല അല്ലേ ഉണ്ടാവുക, കറക്റ്റ് ഒരു സൈസിലൊന്നല്ല നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇതിനെ കറക്റ്റ് അല്ലെങ്കിൽ ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് സൈസസിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് അല്ലെ, അതിനെയാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ അല്ലേ, ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ആഫ്റ്റർ ബീയിങ് quarried the stones are cut into suitable size and with suitable surface അല്ലേ, suitable സർഫസ് അല്ലേ. നമുക്ക് ആ ഒരു കറക്റ്റ് സൈസ് മാത്രം പോരാ അല്ലേ, നല്ല ഒരു ഫിനിഷിലുള്ള സർഫസും വേണം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്? കറക്റ്റ് അപ്പിയറൻസ് കിട്ടാനും, നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് കറക്റ്റ് അപ്പിയറൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കറക്റ്റ് അളവിൽ ഈ ഒരു അളവിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോണിനെ നമ്മൾ കൊണ്ടുപോയാൽ മതിയില്ലേ, കട്ട് ചെയ്തിട്ട്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് അളവിലേക്ക് കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അത് ട്രാൻസ്പോർട്ടേഷനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്വാറിയിലൊക്കെ പോയവർക്കറിയാം, അവിടെ ക്വാറി ചെയ്ത് കിട്ടുന്നത് കറക്റ്റ് ഒരു സൈസിലുള്ള ഒന്നും ആയിരിക്കില്ല അല്ലേ. അപ്പം അതിന് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ നമ്മൾ അധികത്തിലും ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റോണിന്റെ പോർഷനിൽ പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റോണിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലെ. സ്റ്റോണിൽ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്? സ്റ്റോണിൽ നമ്മൾ നമ്മൾ മൂന്നായിട്ടാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു. ജിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അല്ലേ. അപ്പം ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ജിയോളജിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അതിൽ ഇഗ്നിയസ് റോക്കിൻ്റെ നമ്മൾ പറഞ്ഞു കൂളിംഗ് ഓഫ് മാഗ്മ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബേസിസിൽ നമ്മൾ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നവ? പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പാബൈസൽ റോക്ക്, വോൾക്കാനിക് റോക്ക് അല്ലേ. പിന്നെ അതിൽ പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ നോക്കുക. പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ ഗ്രാനൈറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈപ്പാബൈസൽ റോക്ക് ആണെങ്കിൽ ഡോൾറൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വോൾക്കാനിക് റോക്ക് ആണെങ്കിൽ ബസാൾട്ട് ട്രാപ്പ് അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. പിന്നെ നമ്മൾ സെഡിമെന്ററി റോക്ക് അല്ലേ, സെഡിമെന്ററി റോക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ അത് വെതറിംഗ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന എക്സിസ്റ്റിംഗ് റോക്കിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ. അങ്ങനെ എക്സിസ്റ്റിംഗ് റോക്കിന് വെതറിംഗ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റോക്കിങ്ങിന് ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വെതറിംഗ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾസ് ആണ് നോക്കേണ്ടത്. ഏതൊക്കെയാണ്? ഗ്രാനൈറ്റ്, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ജിപ്സം, ചോക്ക്, ഷെയില്, അതുപോലെ തന്നെ ലിഗ്നൈറ്റ്, ഡോളമൈറ്റ്, ഇതൊക്കെ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നോക്കി വെക്കുക. അപ്പം നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? സെഡിമെന്ററി റോക്ക് പറഞ്ഞതിന് ശേഷം മെറ്റാമോർഫിക് റോക്ക് ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പോലെ തന്നെ സെഡിമെന്ററി റോക്ക് പോലെ തന്നെ ചേഞ്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിസ്റ്റിംഗ് റോക്ക് ആണ് അല്ലേ. എന്തിൻ്റെ ഒക്കെ കാരണമാണ്? ഹീറ്റിന്റെയും പ്രഷറും കാരണം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സിസ്റ്റിംഗ് റോക്കിൻ്റെത് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോം ആവുന്നതിനെയാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് മാർബിൾ, സ്ലേറ്റ്, നൈസ് ഒക്കെ പറയുന്നത്. അതായത് ഗ്രാനൈറ്റ് നമ്മൾ നൈസായിട്ട് മാറും, ലൈംസ്റ്റോൺ എന്നുള്ളത് മാർബിൾ ആയിട്ട് മാറും. അങ്ങനത്തെ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സ്റ്റാറ്റിസ്ഫൈഡും അൺസ്റ്റാറ്റിസ്ഫൈഡും പോളിയേറ്റഡ് റോക്ക് എന്നും പറഞ്ഞു. സ്റ്റാറ്റിസ്ഫൈഡ് റോക്കിന് എക്സാമ്പിൾ ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ ഒക്കെയാണ്. അൺസ്റ്റാറ്റിസ്ഫൈഡ് റോക്കിന് മാർബിൾ, ഗ്രാനൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട് ഒക്കെ വരുന്നതാണ്. പോളിയേറ്റഡ് റോക്ക് ആണെങ്കിൽ നൈസ് ഒക്കെ എക്സാമ്പിൾ വരുന്നതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ സിലീഷ്യസ് റോക്ക്, അർഗിലേഷ്യസ് റോക്ക്, കൽക്കേരിയസ് റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു അല്ലെ. സിലീഷ്യസ് റോക്കിൽ സിലിക്കയാണ് മെയിൻ കണ്ടന്റ്. അർഗിലേഷ്യസ് റോക്കിൽ അർഗിൽ അല്ലെങ്കിൽ ക്ലേ ആണ് മെയിൻ കണ്ടന്റ് വരുന്നത്. കൽക്കേരിയസ് റോക്കിലാണെങ്കിൽ കാൽസ്യം ആണ്
മെയിൻ കണ്ടന്റ് വരുന്നത്. അതിലും എക്സാമ്പിൾ നോക്കുക. സിലീഷ്യസ് റോക്കിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ വരുന്നത്. അർഗിലേഷ്യസ് റോക്കിനാണെങ്കിൽ സ്ലേറ്റ്, ലാറ്ററൈറ്റ് ഒക്കെ വരുന്നുണ്ട്. കാൽക്കേരിയസ് റോക്ക് ആണെങ്കിൽ മാർബിൾ, ലൈം സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട്. നോക്കി വെക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കൊരു ഗുഡ് സ്റ്റോണിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അപ്പം ഒരു ഗുഡ് സ്റ്റോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് വേണ്ട ഒരു നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് വേണ്ടത്? ലോ ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആണെങ്കിൽ <14 ആണ്. ഹൈ ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഹൈലി ഹാർഡായിട്ടുള്ളതാണെങ്കിൽ <70 ആണ് അല്ലേ. മോഡറേറ്റ്ലി ആണെങ്കിൽ ഒരു 14-ന്റെയും 17-ന്റെയും ഇടയ്ക്ക് ആയിരിക്കും ഉണ്ടാകുക. അത് നോക്കുക. പിന്നെ നമുക്ക് ഇമ്പാക്ട് ടെസ്റ്റിൽ നമ്മൾ ടഫ്നെസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്റ്റോണിൻ്റെ ടഫ്നെസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടഫ്നെസ് ഇൻഡെക്സ് വരുന്ന റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ <13 ആണെങ്കിൽ ലോ ആണെന്ന് പറയും. 13 to 19 ആണെങ്കിൽ മോഡറേറ്റ് ആണ്. <19 ആണെങ്കിൽ ഹൈലി ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് <5% ആണ് വരിക. അത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ക്രഷിംഗ് സ്ട്രെങ്ത്തും പറഞ്ഞു അല്ലേ. ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയാണ് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന്? 100 Newton/mm² ആണ്. അത് നോക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് എക്സ്പ്ലോസീവ് ആണ് അല്ലേ, കോറിയിങ് അല്ലേ. കോറിയിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോണിനെ നമ്മൾ കോറി ചെയ്തെടുക്കുന്നത് അല്ലേ. നമുക്ക് ആവശ്യമുള്ള സ്റ്റോണിനെ കോറി ചെയ്തെടുക്കുന്നതാണ്. അപ്പം ആ ഒരു കോറിയിങ്ങിൽ നമ്മൾ എത്ര മെത്തേഡ് എന്ന് പറഞ്ഞു അല്ലേ. കോറിയിങ് ഹാൻഡ് ടൂൾ വെച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ചാനലിംഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ കോറിയിങ് ബൈ ബ്ലാസ്റ്റിംഗ് അല്ലേ. അപ്പം അതിൽ എന്തൊക്കെയാണ് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്? വെഡ്ജിങ് ആണ് അല്ലേ. വെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് ഓർ ഹോൾസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് അല്ലേ നമ്മൾ വെഡ്ജിങ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാസ്റ്റിംഗ് ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ടോപ്പിക്. ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോസീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ റോക്കിനെ സ്മോൾ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് അല്ലേ, അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഫോർ ബ്ലാസ്റ്റിംഗിൽ അതിൽ നമ്മൾ ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ കോട്ടൺ പറഞ്ഞു. അതിൻ്റെ കണ്ടന്റ് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചാർക്കോൾ 15%, സൾഫർ 10%, അതുപോലെ തന്നെ സാൾട്ട് പീറ്റർ 75%. അപ്പോൾ അത് നോക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഡൈനാമൈറ്റ് അല്ലേ. ഡൈനാമൈറ്റിൽ വരുന്നത് 25% ഓഫ് സാൻഡി എർത്ത് സാച്ചുറേറ്റഡ് വിത്ത് 75% ഓഫ് നൈട്രോഗ്ലിസറിൻ ആണ്. ഒരു പേസ്റ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. നോക്കി വെക്കുക. പിന്നെ ഡിറ്റോണേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനീഷ്യൽ കോൺട്രിവൻസ് ആണ് അല്ലേ. അപ്പം അത് നോക്കുക. പിന്നെ നമ്മൾ ഏതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗൺ കോട്ടൺ അല്ലേ. ഗൺ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ആണ് അല്ലേ, അല്ലെങ്കിൽ മോർ പവർഫുൾ എക്സ്പ്ലോസീവ് ആണ് ഗൺ കോട്ടൺ എന്ന് പറയുന്നത്. അപ്പം അത് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ പറഞ്ഞു അല്ലേ. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് സ്റ്റോണിനെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു. അതിൻ്റെ എന്താവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാനും കറക്റ്റ് അതിൻ്റെ നല്ലൊരു ഫിനിഷിങ് കിട്ടാനും ഒക്കെ അല്ലേ, നല്ല അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റോണിനെ കറക്റ്റ് സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് നമ്മൾ സ്റ്റോണിൻ്റെ പോർഷനിൽ നോക്കുന്നത്. ഇനി നമുക്ക് ബ്രിക്കിലേക്ക് കടക്കാം അല്ലേ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബ്രിക്കാണ്. ഇപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്രിക്കും അതുപോലെ തന്നെ ടൈലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.